CA Inter സെപ്റ്റംബർ 26 എക്സാമിലേക്കുള്ള ലോൻ്റെ RTP ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സീരീസിൽ നമ്മൾ കമ്പനീസ് ആക്ട് ആണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോയിലുള്ള അമെൻമെൻറ്റ് നമ്മൾ ഓൾറെഡി ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. വെർബൈ സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷനിലെ ചെറിയൊരു അമെൻമെൻറ്റ് വി ഹാഡ് ഓൾറെഡി കവേർഡ് ഇറ്റ് ഓവർ ദെയർ. ഇവിടെ വിൽ ജസ്റ്റ് ഡയറക്ട്ലി ഗോ ഓൺ ടു ദി ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ബൈ ഡിഫറെൻറ്റ് കമ്പനീസ്. 3 കമ്പനീസ് തന്നിട്ടുണ്ട്. പ്രസ്ത് ലിമിറ്റഡ്, മൊഡ്യൂൾ ലിമിറ്റഡ്, പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്നിട്ട് അവർ ചില സെക്യൂരിറ്റീസൊക്കെ ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇൻ ടേംസ് ഓഫ് സെബി. പിന്നെ ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ ഇൻ ടേംസ് ഓഫ് സെബി. ദിസ് ക്വസ്റ്റൻ ഇസ് മോസ്റ്റ്ലി ബേസ്ഡ് ഓൺ ഇവരൊക്കെ ലിസ്റ്റഡ് കമ്പനി ആണോ എന്നുള്ളത്. സിമിലർ ക്വസ്റ്റൻ ഐ ബിലീവ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദിസ് ഹാസ് കം ഇൻ എക്സാം ഓൾസോ. അപ്പോൾ വാട്ട് ഇസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻ? ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ദി അഫേഴ്സഡ് ഫാക്ട്സ് അനലൈസ് വെദർ ഈ ടേബിളിൽ കൊടുത്തുള്ള കമ്പനീസൊക്കെ എന്താണ് ലിസ്റ്റഡ് കമ്പനി ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. എക്സാക്ട്ലി. ഓക്കെ. പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ലിസ്റ്റഡ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ഓൺ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്. ഓക്കെ. ഇറ്റ് ഈസ് ഇൻഫോംഡ് ദാറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ പ്രസ്തും മൊഡ്യൂൾ ലിമിറ്റഡും ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അപ്പോൾ ഇവരൊക്കെ ലിസ്റ്റഡ് കമ്പനി ആണെന്ന് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റഡ് കമ്പനി എന്താ സംഭവം? സെക്ഷൻ 2 ക്ലോസ് 52 ലിസ്റ്റഡ് കമ്പനി ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ പറയുന്നത് കമ്പനി ലിസ്റ്റഡ് കമ്പനി മീൻസ് എ കമ്പനി ഹൂസ് securities are listed on any recognized stock exchange. The word used is security. ഷെയർ എന്നല്ല പറഞ്ഞത്, സെക്യൂരിറ്റി. നിങ്ങൾ എന്തെങ്കിലും സെക്യൂരിറ്റി, ഷെയർസോ ഡിബെഞ്ചേഴ്സോ എന്ത് സാധനങ്ങളും സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ അടുത്ത സെൻറ്റൻസ് പറയുന്നുണ്ട്, ചില കാറ്റഗറി, അതായത് റൂൾസിലൂടെ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട്, അതായത് CG സെബിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു ആർ നോട്ട് എ ലിസ്റ്റഡ് കമ്പനി. അത് ലിസ്റ്റഡ് കമ്പനിയുടെ ഡെഫിനിഷന് കുറച്ച് എക്സെപ്ഷനും പറയുന്നുണ്ട്. അവിടെ പറയുന്ന എക്സെപ്ഷൻ എന്തായിരുന്നു? ദാറ്റ് വാസ് മെയിൻലി ഒരു പബ്ലിക് കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി അവരെ ഇക്വിറ്റി ഷെയർസ് ഒന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അവരെ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അവരെ നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഇതൊക്കെ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിലൂടെ റേസ് ചെയ്തിട്ട് ഇത് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. അതേപോലെ നിങ്ങൾ ഇക്വിറ്റി ഷെയർസ് നിങ്ങൾ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. വാട്ട് ഈസ് ദ ഡിഫറൻസ്? സി വി ആർ സെയിങ് കമ്പനീസ് ആക്ടിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്താലും നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല എന്നാണ് പറയുന്നത്. കമ്പനീസ് ആക്ടിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്ന്. കമ്പനീസ് ആക്ടിൽ ഒരുപാട് സെക്ഷനിൽ ചില സെക്ഷൻസിൻ്റെ ആപ്ലിക്കബിലിറ്റി എല്ലാ ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണാം ഈ പ്രൊവിഷൻസ് ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക് വോട്ടിംഗ് സെക്ഷൻ 108 ഫസ്റ്റിനെ പറയും ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് സെക്ഷൻ 138 ഫസ്റ്റിനെ പറയും ലിസ്റ്റഡ് കമ്പനിക്ക് ആപ്ലിക്കബിൾ ആണ്. പിന്നെ ബാക്കി കമ്പനീസ് പബ്ലിക് കമ്പനി ഇത്ര ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവർ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആപ്ലിക്കബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. സോ ഓരോ സെക്ഷൻ്റെ ആപ്ലിക്കബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൊവിഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണോ അല്ലേ നോക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റഡ് ആണോ അല്ലേ. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റീസേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. പ്രൈവറ്റ് കമ്പനീസിൻ്റെ കേസിൽ പറയണത് നിങ്ങൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് ആണ് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. What are we trying to say over here? See, ആദ്യം നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കാം. സെക്ഷൻ 2 ക്ലോസ് 52. Listed company means a company which has any of its securities listed on any recognized stock exchange, provided that such class of companies which have listed or intend to list such class of securities as may be prescribed. When you say as may be prescribed, central government റൂൾസിലൂടെ പ്രിസ്ക്രൈബ് ചെയ്യുമെന്നാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് സെബിയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് റൂൾസ് ഇറക്കിയിട്ട് ഈ പറഞ്ഞ കമ്പനീസ് ഈ പറഞ്ഞ സെക്യൂരിറ്റി ആണോ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത് നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞാൽ അവർ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. അപ്പോൾ അവിടെ റൂൾസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. റൂൾ 2A ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സെക്ഷൻ നമ്പർ തന്നെ കോട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ആഡഡ് ഇംപ്രഷൻ. റൂൾ നമ്പർ ഒന്നും നോട്ട് നെസസറി. അപ്പോൾ ആസ് പെർ റൂൾസ് ഏതൊക്കെയാണ്? ഫോളോയിങ് ക്ലാസ് ഓഫ് കമ്പനീസ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. ആരൊക്കെ? പബ്ലിക് കമ്പനി അവരെ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, നോട്ട് ലിസ്റ്റഡ്. നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞത് പബ്ലിക് കമ്പനി അവർ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തു? നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബേസിസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബോത്ത് ഈ പറഞ്ഞ മേലത്തെ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ private companies listed their non-convertible debt securities on private placement basis on recognized stock exchange.
അപ്പോൾ അത് നമ്മൾ ഈ ലാസ്റ്റത്തെ കാറ്റഗറി. ഇപ്പോൾ നമ്മൾ നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്, പിന്നെ ഇത് പ്രൈവറ്റ് കമ്പനി, നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ്. ഇനി പബ്ലിക് കമ്പനി അവർ ഇക്വിറ്റി ഷെയർസ് റെക്കഗ്നൈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല, ബട്ട് ലിസ്റ്റഡ് ഇൻ എനി ജൂറിസ്ഡിക്ഷൻ ആസ് സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 23 സബ്സെക്ഷൻ 3 ഓഫ് ദി ആക്ട്. അതായത് നിങ്ങൾ ഇവിടെയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല പുറത്തുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതെങ്കിൽ അതും ലിസ്റ്റഡിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യൂല. ദിസ് വാസ് എക്സെപ്ഷൻ കാറ്റഗറിയിൽ പറഞ്ഞത്. വാട്ട് ആർ വി ട്രൈങ് ടു സേ ഓവർ ഹിയർ? സി, നമ്മൾ നോർമലി നമ്മൾ ഏത് ടൈപ്പ് ഡെറ്റ് സെക്യൂരിറ്റീസ്, ഏത് ടൈപ്പ് പ്രിഫറൻസ് ഷെയർസ് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്? ഡെറ്റ് സെക്യൂരിറ്റീസ് നോൺ കൺവേർട്ടബിൾ ആണ്. അതായത് ഈ സാധനങ്ങളൊന്നും ഒരിക്കലും ഇക്വിറ്റി ഷെയർസിലേക്ക് കൺവേർട്ട് ആവാൻ പോകുന്നില്ല. അങ്ങനത്തെ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണ് നിങ്ങൾ ലിസ്റ്റ് ചെയ്തതെങ്കിൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യില്ല. വിച്ച് മീൻസ് നമ്മൾ ഫണ്ട് റേസ് ചെയ്തു, നിങ്ങൾക്ക് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഡെറ്റ് സെക്യൂരിറ്റീസ് കൊടുത്തു, അവർ ഇത്ര പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ക്യാഷ് തിരിച്ചു കൊടുക്കും, അവർ പോയി. ദേ ആർ നോട്ട് ഗോയിങ് ടു ബി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻ ദ കമ്പനി. പ്രിഫറൻസ് ഷെയർസും നോൺ കൺവേർട്ടബിൾ. അതായത് നമ്മൾ പ്രിഫറൻസ് ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്തു, സെക്ഷൻ 55 പ്രിഫറൻസ് ഷെയർസിലൂടെ ഫണ്ട് റേസ് ചെയ്തു, അവർക്ക് ഇത്ര കാലം കഴിഞ്ഞാൽ അവർ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും, അല്ലാതെ അവർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആവാൻ പോകുന്നില്ല. ഇതൊക്കെ നോൺ കൺവേർട്ടബിൾ. ആൻഡ് ഏത് ബേസിസിൽ? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസിൽ. സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെന്റ് വരുന്നത്. നമ്മൾ പബ്ലിക് ഇഷ്യൂ പോലും അല്ല ചെയ്തത്. ബിക്കോസ് പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ലിസ്റ്റിംഗ് കമ്പൽസറി ആണ്. സെക്ഷൻ 40 പറയുന്നുണ്ട്. സെക്ഷൻ 40 ഏതെങ്കിലും കമ്പനി അവർ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഓഫർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ് എന്തായാലും ചെയ്യൽ കമ്പൽസറി ആണ്. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെയാണ് ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നത്, അത് നോൺ കൺവേർട്ടബിൾ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. വിച്ച് മീൻസ് ഇവിടെയൊക്കെ ലോ മേക്കേഴ്സിൻ്റെ ക്ലിയർ ഇൻറ്റൻഷൻ ഇസ് ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ എന്നാണ് ലോ മേക്കേഴ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഇനി പ്രൈവറ്റ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് സെക്യൂരിറ്റിയാണ് പറയുന്നത്, ഒന്ന് ഡെറ്റ് സെക്യൂരിറ്റീസും ഒന്ന് പ്രിഫറൻസ് ഷെയർസും. പ്രൈവറ്റ് കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് സെക്ഷൻ 2 ക്ലോസ് 68 പ്രൈവറ്റ് കമ്പനി ഡെഫിനിഷൻ പറയുന്നത്. അവിടെ ആദ്യ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട് റെസ്ട്രിക്ട്സ് ദ ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവർ ഷെയർസിൻ്റെ ട്രാൻസ്ഫറിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി അവരെ ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആവും. ഫ്രീലി ട്രാൻസ്ഫറബിൾ ആവാൻ പാടില്ല. ഷെയറിന് ട്രാൻസ്ഫറിൽ റെസ്ട്രിക്ഷൻ ഉണ്ട് പ്രൈവറ്റ് കമ്പനിക്ക്. വിച്ച് മീൻസ് അഗെയിൻ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അപ്പോൾ എന്ത് മാത്രമേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? അവരുടെ ഡെറ്റ് സെക്യൂരിറ്റീസ് മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി ഉള്ളൂ. അത് ലോ മേക്കേഴ്സ് ഇവിടെ കവർ ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണോ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തത്, നമ്മൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇതായിരുന്നു എക്സെപ്ഷൻ കാറ്റഗറി. നമ്മൾ കെയർഫുള്ളി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ രണ്ട് പബ്ലിക് കമ്പനിയും അവർ ഇക്വിറ്റി ഷെയർസ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ഇവർ ലിസ്റ്റ് ചെയ്തത് നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്, നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് ആണ്. ഈ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ പ്രിഫറൻസ് ഷെയർസ് എന്തായാലും ഒരു റിഡംഷൻ കമ്പൽസറി ആണ്. അത് പ്രിഫറൻസ് ഷെയർസിൻ്റെ സെക്ഷൻ 55 പറയുന്നുണ്ട്, ഒരൊറ്റ കമ്പനിക്കും ഇറീഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിഡംഷൻ കമ്പൽസറി ആണ്. വെറുതെ കുറേ വേർഡ്സ് കുത്തിക്കൊള്ളിച്ചാണ് എന്തോ സംഭവമായിട്ട് നിങ്ങൾ തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് ഇത് ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. നിങ്ങൾ ലിസ്റ്റഡ് അല്ല. ഇതാരാ? പ്രൈവറ്റ് കമ്പനി. നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ് അല്ലേ? സെബിയുടെ ഗൈഡ് ലൈൻസ് ഒക്കെ എല്ലാവരും ഫോളോ ചെയ്തിട്ടുണ്ട്. ഇവരാരും ലിസ്റ്റഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. നമ്മൾ ഡെഫിനേഷൻ ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ട്, നമ്മൾ പ്രൊവിഷൻ പാരഗ്രാഫ് ഫുള്ള് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പറയാണ് പ്രസ് ലിമിറ്റഡ് എന്താണ്? ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. മൊഡ്യൂൾ ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. പെർഫെക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് ലിസ്റ്റഡ് കമ്പനി. ഇവരാരും ലിസ്റ്റഡ് കമ്പനി അല്ല. സെക്ഷൻ 2/52 ലിസ്റ്റഡ് കമ്പനി, സെക്ഷൻ 42 പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, 55 പ്രിഫറൻസ് ഷെയർസ്, ഡെറ്റ് സെക്യൂരിറ്റീസ്. നോർമലി ഏറ്റവും കൂടുതൽ ഡെറ്റ് സെക്യൂരിറ്റീസ് നമ്മൾ റെഫർ ചെയ്യുന്നത് ഡിബെഞ്ചേഴ്സ് ആണ്. ഡിബെഞ്ചേഴ്സ് സെക്ഷൻ 71. ഞാൻ റിവിഷൻ പർപ്പസിന് വേണ്ടിയിട്ട് എല്ലാ സെക്ഷൻ നമ്പേഴ്സും ഇവിടെ കോട്ട് ചെയ്തു എന്ന് മാത്രം. ദാറ്റ് വാസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൂവിങ് ഓൺ. White Limited, an unlisted public company having 5 directors in its board, which includes 2 independent directors. Okay, 5 directors ഉണ്ട്. White Limited unlisted public company ആണ്. Black Private Limited is a subsidiary of White Limited. White Limited എന്താണ്? പബ്ലിക് കമ്പനിയാണ്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് വൈറ്റ് ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആണ്. ഇവർ പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ ദ മൊമെൻറ്റ് ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആവുന്നതോടുകൂടി ഒരു ഡീംഡ് പബ്ലിക് കമ്പനി എന്നുള്ള കോൺസെപ്റ്റ് സെക്ഷൻ 2/71 പബ്ലിക് കമ്പനിയുടെ ഡെഫിനേഷനിൽ പറയുന്നുണ്ട്. മീൻസ് എ കമ്പനി അതർ ദാൻ എ പ്രൈവറ്റ് കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ സബ്സിഡറി ഓഫ് എ പബ്ലിക് കമ്പനി. ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി നമ്മൾ പബ്ലിക് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അവർ ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് ആണ്. ആക്റ്റീവ്ലി ബിസിനസ് ഒക്കെ ക്യാരി ചെയ്ത് പോകുന്നുണ്ട്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3 crore, 30 മെമ്പേഴ്സ്. എന്താ ക്വസ്റ്റ്യൻ? എന്താ? വെദർ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് മാൻഡേറ്ററി റിക്വയർഡ് ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ സെക്ഷൻ വാസ് 129. അക്കൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ നമ്പർ 9 129. ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞത് സെക്ഷൻ 2/40 നമ്മൾ കമ്പനീസ് ആക്ടിലെ ഡെഫിനിഷൻസ് ഒക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്. 2/40 വാസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് 2/41 ഫിനാൻഷ്യൽ ഇയർ ആയിരുന്നു. പിന്നെ 2/42
ഫോറിൻ കമ്പനി 45 ഓർമ്മ 45 ഗവൺമെൻറ് കമ്പനി ഒക്കെ ആൽഫബറ്റിക്കൽ ഓർഡർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എസ് കഴിഞ്ഞിട്ടാണ് STUVWXY ഫിനാൻഷ്യൽ ഇയർ 2/41. ഫോറിൻ, അപ്പോൾ ഇതൊക്കെ ഫിനാൻഷ്യൽ ഇയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അത് കഴിഞ്ഞാൽ ഫോറിൻ FO 2/42. പിന്നെ ഗവൺമെൻറ് 2/45. ഓക്കെ, 46 എന്താണ് 46 ഹോൾഡിംഗ് കമ്പനി. സോ കമ്മിങ് ബാക്ക്, അപ്പോൾ ഇവർ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ക്യാഷ് ഫ്ലോ ആർക്കൊക്കെയാണ് എക്സെപ്ഷൻ ഉള്ളത്? OPC, സ്മോള്, ഡോർമെൻറ്റ്, പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ്. 4 ആൾക്കാർക്കാണ് ക്യാഷ് ഫ്ലോ എക്സെപ്ഷൻ ഉള്ളത്. OPC, സ്മോൾ, ഡോർമെൻറ്റ്, പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ്. കെയർഫുള്ളി ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇപ്പോൾ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന് ക്യാഷ് ഫ്ലോ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പ്രൊവൈഡ് യുവർ ആൻസർ അനലൈസിങ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ദ ഫോളോയിങ് കാറ്റഗറി ഓഫ് കമ്പനീസ്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്, OPC, സ്മോൾ, അതായത് ഈ എക്സെപ്ഷന് ചാൻസുകൾ എല്ലാവരും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആ പെർസ്പെക്റ്റീവ് നിന്നൊക്കെ ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എൻറ്റൈറ്റിൽഡ് ആവുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഫസ്റ്റ് ഓഫ് ഓൾ 1% കമ്പനിയാണോ? അല്ല. ക്ലിയർലി ഇവിടെ തന്നെ പറയുന്നുണ്ട് 30 മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്. 1% കമ്പനിക്ക് ഒറ്റ മെമ്പർ ഉണ്ടാവുള്ളൂ. സെക്ഷൻ 2/62. 1% കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് മെമ്പർ. ഓക്കെ, പിന്നെ സ്മോൾ കമ്പനി ആവുമോ എന്നുള്ളത്. സ്മോൾ കമ്പനി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ടേൺ ഓവർ ക്രൈറ്റീരിയ ഉണ്ട്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 10 കോടി എക്സീഡ് ചെയ്യാൻ പാടില്ല. ടേൺ ഓവർ 100 CR എക്സീഡ് ചെയ്യാൻ പാടില്ല. ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം ഇത് എക്സീഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ അപ്പോൾ ഇതൊന്നും ഈ കേസിൽ ഇപ്പോൾ ഇവർ മെൻഷനിങ് ക്യാപിറ്റൽ 3 crore ആണ്, ടേൺ ഓവർ 50 crore ആണ്. ഒരു കുഴപ്പമില്ല. ഈ അമെൻമെൻറ്റിൻ്റെ മുന്നുണ്ടായിരുന്നത് 4 crore 40 crore ആണ്. അത് പ്രകാരം ഒരു സ്മോൾ ആവില്ല നമ്മളിവിടെ പറയും. പക്ഷേ ഇപ്പോൾ ആഫ്റ്റർ ദി അമെൻമെൻറ്റ്, ഈ സെപ്റ്റംബർ എക്സാമിലേക്കുള്ള ലേറ്റസ്റ്റ് അമെൻമെൻറ്റ് പ്രകാരം 10ഉം 100ഉം ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ 10, ടേൺ ഓവർ 100. അപ്പോൾ അത് പ്രകാരം സ്മോൾ അല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. സ്മോൾ കമ്പനി എക്സെപ്ഷൻസിൽ പറയുന്നുണ്ട് ചില കമ്പനീസിനെ സ്മോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഹോൾഡിംഗ് ആൻഡ് സബ്സിഡറി കമ്പനി, സെക്ഷൻ 8, കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ എനി സ്പെഷ്യൽ ആക്ട്. അപ്പോൾ ഇവിടെ ക്ലിയർലി പറയുന്നുണ്ട് വൈറ്റ് ലിമിറ്റഡിൻ്റെ സബ്സിഡറിയാണ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. സബ്സിഡറി ആയതോടുകൂടി അവർക്ക് സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. അപ്പോൾ അവിടെയും ക്യാഷ് ഫ്ലോൻ്റെ എക്സെപ്ഷൻ കിട്ടുന്നില്ല. പിന്നെ പ്രൈവറ്റ് കമ്പനി വെറുതെ പ്രൈവറ്റ് കമ്പനിക്ക് എക്സെപ്ഷൻ കൊടുത്തിട്ടില്ല. പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് എ സ്റ്റാർട്ടപ്പ് എന്നാണ് പറയുന്നത്. സോ സ്റ്റാർട്ടപ്പിന് കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ 10 കൊല്ലം വരെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് എന്നുള്ള DPIIT പറഞ്ഞത്, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ്. അവിടെ സ്റ്റാർട്ടപ്പിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് ആദ്യത്തെ 10 കൊല്ലം കിട്ടുള്ളൂ. ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് 10 കൊല്ലം. ഒരൊറ്റ വർഷം നിങ്ങൾ ആനുവൽ ടേൺ ഓവർ 100 കോടി ക്രോസ് ചെയ്യാൻ പാടില്ല. പിന്നെ പ്രൊഡക്റ്റ് പ്രോസസ് സർവീസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്, വെൽത്ത് ക്രിയേഷൻ, എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ, ഈ പേർപ്പസിനൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി. അപ്പോൾ അത് സ്റ്റാർട്ടപ്പ്. ദിസ് സെറ്റ് കമ്പനി ഇസ് നോട്ട് എ സ്റ്റാർട്ടപ്പ്. ക്വസ്റ്റ്യനിൽ അവർ ക്ലിയർലി പറയുന്നുണ്ട് കമ്പനി സ്റ്റാർട്ടപ്പ് അല്ല. കമ്പനി ആക്റ്റീവ്ലി ക്യാരിങ് ഓൺ ബിസിനസ് ആണ്. അപ്പോൾ അവരെന്തായാലും ഡോർമൻ എന്നുള്ള സ്റ്റേറ്റസിലും വരില്ല, ഒന്നിലും പെടില്ല. അപ്പോൾ അവർക്ക് ക്യാഷ് ഫ്ലോ എക്സെപ്ഷൻ കിട്ടില്ല. ക്യാഷ് ഫ്ലോ ഉണ്ടാക്കൽ കമ്പൽസറി ആണ്. പക്ഷേ ഡോർമൻ എന്നുള്ള അവർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. 1% സ്മോൾ പ്രൈവറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കാനാണ് പറഞ്ഞത്. പിന്നെ വേറെ കാര്യം, ഈവൻ ദോ ഇവർ ഇനിയിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ പോലും അവർ ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡറി ആയതോടുകൂടി അവർ പബ്ലിക് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഏരിയയിൽ അവർക്ക് എക്സെപ്ഷൻ കിട്ടില്ല ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ. 2/40 കമ്പനീസ് ആക്ടിൻ്റെ 2/40 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ബാലൻസ് ഷീറ്റ്, P&L, ക്യാഷ് ഫ്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, നോട്ട്സ് ടു അക്കൗണ്ട്സ്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് 1% കമ്പനി, സ്മോൾ, ഡോർമൻ, പ്രൈവറ്റ് കമ്പനി. ഇഫ് പ്രൈവറ്റ് കമ്പനി ആരാണ്? സ്റ്റാർട്ടപ്പ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ എന്ന് 4 ആൾക്കാർക്ക് എക്സെപ്ഷൻ. ആരൊക്കെ? 1% കമ്പനി, സ്മോൾ, ഡോർമെൻറ്റ്, സ്റ്റാർട്ടപ്പ്. അവർക്ക് ക്യാഷ് ഫ്ലോ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ടു ഡിറ്റർമൈൻ ദ ആപ്ലിക്കബിലിറ്റി പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ, ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് റിക്വയർഡ് ടു അനലൈസ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ പറഞ്ഞ ഏതെങ്കിലും കാറ്റഗറിയിൽ വരുന്നുണ്ടോ? 1% അല്ല, 30 മെമ്പേഴ്സ് ഉണ്ട്. സ്മോള് ആവില്ല. കാരണം എന്താ? അവർ സബ്സിഡറിയാണ്, ഒരു വേറെ കമ്പനിയുടെ സബ്സിഡറിയാണ്. സബ്സിഡറി ആയ സ്മോൾ എന്നുള്ള സ്റ്റേറ്റസ് കിട്ടൂല. പിന്നെ സ്റ്റാർട്ടപ്പ് ആണോ? സ്റ്റാർട്ടപ്പ് അല്ലാന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡീംഡ് പബ്ലിക് കമ്പനി എന്നുള്ള കോൺസെപ്റ്റ് വേറെ കമ്പനിയുടെ സബ്സിഡറി ആണല്ലോ. സോ ചുരുക്കി പറഞ്ഞാൽ ദസ് ഇറ്റ് ക്യാൻ ബി കൺക്ലൂഡഡ് ദാറ്റ് ബ്ലാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഇസ് മാൻഡേറ്ററി ടു പ്രിപ്പയർ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് അത് ഈ പറഞ്ഞ കാറ്റഗറിയിലൊന്നും പെടുന്നില്ല. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സെക്ഷൻ 2/40 നമ്മളവിടെ പറഞ്ഞു. വേറെ ഏതാ നമ്മൾ പറഞ്ഞത്? ഡോർമെൻ്റ് ഒക്കെ ഏതായിരുന്നു? ഡോർമെൻ്റ് ഒക്കെ 455 ആയിരുന്നു. ജസ്റ്റ് ഫോർ റിവിഷൻ പർപ്പസ്. ഓക്കെ, 455. സ്റ്റാർട്ടപ്പ് DPIIT, ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ഇന്റർണൽ ട്രേഡ്. സെക്ഷൻ 2/85 സ്മോൾ കമ്പനി പറഞ്ഞത്. സ്മോൾ 2/62 OPC പറഞ്ഞത്. ഓക്കെ, ദ ഡിവിഡൻഡ് അമൗണ്ട്സ്. ഡിവിഡൻഡ് ചാപ്റ്റർ നമ്പർ 8 ഡിവിഡൻഡ് സെക്ഷൻ 123 തൊട്ട് 127 വരെ മാത്രമുള്ള ഒരു ചെറിയ ക്യൂട്ട് ചാപ്റ്റർ ആയിരുന്നു ഡിവിഡൻഡ്. Received or receivable on equity shares by Mr. Sharma for financial year 24-25 was as follows. Purple Limited, dividend declared date 25th October 25, 800 rupees.
ഡിവിഡൻഡ് വാസ് പെയ്ഡ് ഓൺ 23rd October. 25th August ഡിക്ലെയർ ചെയ്തു, ഒക്ടോബറിലാണ് പേ ചെയ്തത്. ബ്രൗൺ നിധി ലിമിറ്റഡ്, നിധി കമ്പനി 4th September ഡിക്ലെയർ ചെയ്തു 100 rupees. സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിൽ പേ ചെയ്തിട്ടില്ല. എത്ര ഡേ സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡ്? സെക്ഷൻ 127 പറയണത്. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത 30 days ഉള്ളിൽ അതിൻ്റെ പേയ്മെൻറ്റ് നടന്നിരിക്കണം. ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത 5 days ഉള്ളിൽ സെപ്പറേറ്റ് ഷെഡ്യൂൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റും. 30 days പേയ്മെൻറ്റ് നടക്കണം. ഡിസൈഡ് പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് വാട്ട് വുഡ് ബി ദ പണിഷ്മെൻറ്റ് ഫോർ ദ കമ്പനീസ് വിത്ത് റെസ്പെക്ട് ടു ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. ഇത് പറഞ്ഞ ടൈമിൽ പേ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാവുക? കമ്പനിക്ക് 18% ഇൻട്രസ്റ്റ് ഉണ്ട്. ഓഫീസർ ഇൻ ഡിഫോൾട്ടിന് പ്രിസൺ അപ് ടു 2 years, 2 വർഷം വരെ പ്രിസൺ, ആൻഡ് അവർക്ക് ഫൈന് മിനിമം 1000 per day. ഇത്രയും കാര്യങ്ങളാണ് 127 പറയണത്. നൗ 127 അഗൈൻ നിധി കമ്പനിക്ക് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. നിധി കമ്പനിക്ക് ഈ പറഞ്ഞ പ്രൊവിഷൻ, ഈ പറഞ്ഞ പണിഷ്മെൻ്റ് ഒന്നും ബാധകമാവില്ല. അവരെന്ത് ചെയ്താൽ മതി? നിങ്ങൾ ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്താൽ മതി. നിങ്ങളെ കമ്പനിയിൽ നോട്ടീസ് ബോർഡിലും ഇത് ഇട്ടാൽ മതി. എപ്പോൾ ഡിവിഡൻഡ് എമൗണ്ട് 100 rupees എക്സീഡ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ഫാക്ടേഴ്സ്: ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുക, നോട്ടീസ് ബോർഡിലിടുക. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ 30 ദിവസത്തിൽ പേയ്മെൻറ്റ് നടത്താത്തതിന് കോൺട്രാവെൻഷനായിട്ട് ട്രീറ്റ് ചെയ്യുക. നിധി കമ്പനിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഓൾറെഡി ചിലപ്പോൾ കുറേ മെമ്പേഴ്സ്, ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അത്രയും നമ്പർ ഓഫ് മെമ്പേഴ്സിന് ഇമാജിൻ ഒരു 10,000 മെമ്പേഴ്സ് ഉണ്ട്. എന്നിട്ട് അവർക്കൊക്കെ ഒരു 100 രൂപ പോലും ഇല്ലാത്ത ഡിവിഡൻഡ് നമ്മൾ അവർക്ക് 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ കുറേ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ കേസിൽ കമ്പനീസ് ആക്ട് പറഞ്ഞു, നിങ്ങളെ ന്യൂസ് പേപ്പറിലും നോട്ടീസ് ബോർഡിലും ഇടുക. ഇവരുടെ കേസിൽ ഡിവിഡൻഡ് പേ ചെയ്യണ്ട എന്നല്ല പറഞ്ഞോ, ഡിവിഡൻഡ് പേയ്മെൻറ്റ് എക്സെപ്ഷൻ അല്ല. ഈ പറഞ്ഞ പണിഷ്മെൻറ്റ് കിട്ടൂല. 30 ദിവസത്തിൽ പേയ്മെൻറ്റ് ചെയ്യാത്തതിന് നിധി കമ്പനിക്ക് ഈ പറഞ്ഞ പണിഷ്മെൻറ്റ് കിട്ടൂല. നിങ്ങൾ ന്യൂസ് പേപ്പറിലും നിങ്ങൾ നോട്ടീസ് ബോർഡിലും ഇടുക. സോ ദാറ്റ് ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് കമ്പനി വന്നിട്ട് പൈസ കളക്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴാണ് ഈ നിധി കമ്പനിക്ക് എക്സെപ്ഷൻ ഉള്ളത്? 100 rupees എക്സീഡ് ചെയ്യാത്ത കേസിൽ. അപ്പോൾ ഈ കേസിൽ ബ്രൗൺ നിധി ലിമിറ്റഡിൽ 100 rupees ആണ് ഡിവിഡൻഡ് എമൗണ്ട്. അവർ ഈ പറഞ്ഞ ടൈമിൽ പേ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നേരെ മറിച്ച് ഇവരെ കേസിലുണ്ടല്ലോ, 25th August ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ് 30 days പേയ്മെൻറ്റ് നടക്കണമായിരുന്നു. 30 days നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുക? നമ്മൾ ജനറൽ ക്ലോസ് ആക്ടിൽ പറയുന്നുണ്ട്, ഫ്രം ദിസ് ഡേറ്റ് ടു ദിസ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം എക്സ്ക്ലൂഡ് ചെയ്യുക, ടു ഇൻക്ലൂഡ് ചെയ്യുക. ഈ ഡിക്ലെയർ ചെയ്ത ഡേറ്റ് കൗണ്ട് ചെയ്യേണ്ട, 26th August കൗണ്ട് ചെയ്യുക. അപ്പോൾ 26th August 26, 27, 28, 29, 30 ഓഗസ്റ്റാണ്. 31 ഉണ്ട്. 1, 2, 3, 4 10 10 days നമ്മുടെ കൂട്ടാണ്. ഇതിപ്പോൾ എത്രയായി? 4th September ആയി. 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. 24th September ആകുമ്പോൾ 30 days ആയി. അതിൻ്റെ ഉള്ളിലെങ്കിലും പേയ്മെൻറ്റ് നടക്കണമായിരുന്നു. നമ്മൾ ഈ ഡിക്ലെയർ ചെയ്ത ഡേറ്റ് കൂട്ടിയില്ല കേട്ടോ, ഫ്രം എന്നുള്ള ഡേറ്റ് കൂട്ടില്ല, 2. അപ്പോൾ 24th September പേയ്മെൻറ്റ് നടക്കണമായിരുന്നു. ഇവർ പേ ചെയ്ത് 23rd October അപ്പോൾ 25th September മുതൽ 23rd October വരെ അഗെയിൻ എത്ര ഡേയ്സ് ഉണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 25th ഡിഫോൾട്ടിൻ്റെ ഡേ ആണ്, അത് കൂട്ടണം. 24th നമ്മൾ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ വീണ്ടും 25 കൂട്ടുക. 25, 26, 27, 28, 29, 30. സെപ്റ്റംബറിൽ 6 ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ചെറുപ്പത്തിൽ ഉമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഉള്ളിലാണ്, ചെറുതാണ്. അപ്പോൾ 30 days ഉള്ളൂ. പിന്നെയും പോയി 25th September മുതൽ. അപ്പോൾ 25, 26, 27, 28, 29, 30, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23. 23 അല്ല, അപ്പോൾ ഇവിടെ 9 കിട്ടി. 29 days. 29 daysൻ്റെ ഡിലേ 800 rupees ആണ് ഡിവിഡൻഡ്, 18% ഇൻട്രസ്റ്റ്. 29 daysൻ്റെ ഡീൽ 18% പെർ ആനാണല്ലോ. അപ്പോൾ നമ്മൾ 365 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവരുടെ കേസിൽ 25th August ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡാണ് 800 rupees, 18%, 29 divided by 365. കറക്റ്റാ? 29 divided by 365. ഓക്കെ. അപ്പോൾ റിസൾട്ടിങ് ഫിഗർ നമുക്കിവിടെ 11 ആണ് കിട്ടിയിട്ടുള്ളത്. വാട്ട് എവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര എന്നുള്ളത് നോക്കുക. പേ ചെയ്യാൻ ലയബിൾ ആവും. അപ്പോൾ 127, ഇഫ് കമ്പനി ഫെയിൽസ് ടു പേ ഡിവിഡൻഡ് ഓർ ഫെയിൽസ് ടു പോസ്റ്റ് ഡിവിഡൻഡ് വാറൻസ് 30 days ഉള്ളിൽ 30 days on the date of declaration, കമ്പനി ഷാൽ ബി ലയബിൾ ടു പേ 18% ഇൻട്രസ്റ്റ് ഡ്യൂറിംഗ് ദ പീരിയഡ്. പിന്നെ നോട്ടിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പണിഷ്മെൻറ്റ് നിധി കമ്പനിൻ്റെ കേസിൽ, ഇൻ കേസ് ഓഫ് നിധി കമ്പനി ഡിവിഡൻഡ് പേയബിൾ ടു മെമ്പർ ഈസ് 100 or ലെസ് ആണെങ്കിൽ, 100 രൂപ അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയാണെങ്കിൽ, ഇറ്റ് ഷാൽ ബി സഫീഷ്യൻറ്റ് കംപ്ലയൻസ്, നിയമത്തിൻ്റെ കംപ്ലയൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാണ് ലോക്കൽ ലാംഗ്വേജ് ഇൻ വൺ ലോക്കൽ ന്യൂസ് പേപ്പർ ഓഫ് വൈഡ് സർക്കുലേഷൻ ആൻഡ് അനൗൺസ് ഡിക്ലറേഷൻ എന്ത് ചെയ്യുക
ഈസ് ഓൾസോ ഡിസ്പ്ലേഡ് ഓൺ ദ നോട്ടീസ് ബോർഡ്. രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസ് നിൽക്കുന്ന ആ ലൊക്കാലിറ്റിയിൽ വൈഡ് സർക്കുലേഷൻ, ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിക്കുന്ന വൈഡ് സർക്കുലേഷനുള്ള ലോക്കൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, നോട്ടീസ് ബോർഡിൽ ഇടുക 3 മാസത്തേക്ക്. അങ്ങനെയാണെങ്കിൽ 127 കംപ്ലൈൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതായത് 30 ഡേയ്സിൽ പേയ്മെൻറ്റ് കൊടുക്കാത്തതിനുള്ള പണിഷ്മെൻറ്റ് കിട്ടൂല. ഓക്കെ, ഈ പണിഷ്മെൻറ്റിനെ പറ്റിയൊന്നും ബാക്കിയുള്ളതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. ബട്ട് ഇതൊക്കെ 127 പറയുന്ന പണിഷ്മെൻ്റ് ആണ്. ഐ ഡോണ്ട് തിങ്ക് ദർ വുഡ് ബി എനിത്തിങ് റോങ്. നിങ്ങളത് മെൻഷൻ ആൻസറിൽ പ്രൊവിഷൻ എഴുതുമ്പോൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ബിക്കോസ് ആ 127 പിന്നെ പേർപ്പിൾ ലിമിറ്റഡിൻ്റെ കേസിൽ 25th ഓഗസ്റ്റിലാണ് ഡിക്ലെയർ ചെയ്തത്, 23rd ഒക്ടോബറിലാണ് പേ ചെയ്തത്. ഡിവിഡൻഡ് ഷുഡ് ഹാവ് ബീൻ പെയ്ഡ് പോസ്റ്റഡ് വിത്തിൻ 30 ഡേയ്സ്. അതായത് 24th സെപ്റ്റംബർ ഉള്ളിലെങ്കിലും പേയ്മെൻറ്റ് നടക്കണമായിരുന്നു. 24th സെപ്റ്റംബർ ആയിരുന്നു ഡ്യൂ ഡേറ്റ്, 25th നമ്മൾ പെനാൽറ്റി കാൽക്കുലേറ്റ് ചെയ്ത്. യെസ്, അപ്പോൾ 24th സെപ്റ്റംബറിനുള്ളിലെങ്കിലും പേയ്മെൻറ്റ് നടക്കണമായിരുന്നു. അക്കോർഡിംഗ്ലി ഇൻട്രസ്റ്റ് പേബിൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ബ്രൗൺ നിധി ലിമിറ്റഡ് ആണ്, അപ്പോൾ അവർക്ക് എന്തായാലും 3 മാസം വരെ ടൈമുണ്ട്. അതുകൊണ്ട് aforesaid complaints have been made by Brown Nidhi Limited, then no punishment shall be imposed. Otherwise, it will be liable to pay interest. ഈ മേലെ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ന്യൂസ് പേപ്പറിൽ കൊടുക്കുക, ലോക്കൽ ലാംഗ്വേജ് ന്യൂസ് പേപ്പറിലും നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കോൺട്രാവെൻഷൻ ഇല്ല. ദാറ്റ് വാസ് അബൌട്ട് ഡിവിഡൻഡ്. നിധി കമ്പനിൻ്റെ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ടുള്ള ഏരിയയാണ്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ബൈ ദിസ്. മിത്ര സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് received 7,50,000 from Miss Kavita, who is a sister of one of the directors of a company. ഓക്കെ, അപ്പം മിത്ര പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിലെ ഡയറക്ടർ ഉണ്ട്, ഈ ഡയറക്ടറിൻ്റെ സിസ്റ്റർ ഉണ്ട്. ഓക്കെ, സിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് 750,000 കിട്ടി. ഇതെന്താ സാധനം? ഡെപ്പോസിറ്റ് ചാപ്റ്റർ. ആ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. Kavita submitted a declaration stating that the funds has been received by her as a gift from her grandmother. കവിതയ്ക്ക് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയ? കവിതയ്ക്ക് ഈ പൈസ കവിതൻ്റെ ഗ്രാൻഡ് മദർ കൊടുത്തതാണ്. ഗ്രാൻഡ് മദർ പൈസ കൊടുത്തു, കവിത ആ പൈസ എന്ത് ചെയ്തു? കമ്പനിക്ക് കൊടുത്തു. ഓക്കെ, ആൻഡ് were not borrowed or accepted by a person. Decide with reference to provisions of Companies Act, deposit rules പ്രകാരം 750,000 ഇതെന്തായിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. ഡെപ്പോസിറ്റ് ചാപ്റ്ററിൽ 2 clause 31 ഡെപ്പോസിറ്റിൻ്റെ ഡെഫിനിഷൻ. എനി റെസിപ്റ്റ് ഓഫ് മണി. Deposit includes any receipt of money by way of deposit or loan or any other form, but does not include എന്നിട്ട് RBI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെ അമൗണ്ട് ഡെപ്പോസിറ്റ് അല്ല എന്ന് ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതൊന്നും ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യൂല. അവിടെ നമുക്കൊരു 19 പോയിന്റ് ഉണ്ടായിരുന്നു. 18 ക്ലോസ് ചെയ്യുന്നു, പക്ഷേ ക്ലോസ് 9ഉം ക്ലോസ് 9A ഉണ്ടായിരുന്നു. അങ്ങനെ 18 ക്ലോസ്, അപ്പോൾ 9ഉം 9A കൂടുമ്പോൾ 19 പോയിന്റ്സ് ഉണ്ടായിരുന്നു. അതിലുള്ളൊരു പോയിന്റ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കമ്പനിക്ക് അവർ ഡയറക്ടർ ഇടുന്ന് കിട്ടുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. പ്രൈവറ്റ് കമ്പനി ആവട്ടെ പബ്ലിക് കമ്പനി ആവട്ടെ ഡയറക്ടർ കൊടുക്കുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. പിന്നെ സെക്കൻഡ് പോയിന്റ് പറയുന്നത്, പ്രൈവറ്റ് കമ്പനിക്ക് ഡയറക്ടർ റിലേറ്റീവോ കൊടുക്കുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. പ്രൈവറ്റ് കമ്പനിൻ്റെ കേസിൽ മാത്രമേ എക്സെപ്ഷൻ. ഇനി ആര് പൈസ കൊടുത്താലും അവർ ഡിക്ലറേഷൻ കൊടുക്കണം. എന്ത്? ഞങ്ങൾ ഈ തരുന്ന പൈസ ബോറോഡ് അല്ല, ഞങ്ങൾ വേറെ ആരുടെ നിങ്ങൾ പൈസ കടം വാങ്ങിയിട്ട് നിങ്ങൾക്ക് തരുന്നതല്ല എന്നുള്ള ഡിക്ലറേഷൻ കൊടുക്കണം. ഇത് നമ്മൾ ബോർഡ് റിപ്പോർട്ടിൽ അതേമാതിരി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യും ഈ കാര്യങ്ങൾ. റിലേറ്റീവ് ആരാ? റിലേറ്റീവ് സെക്ഷൻ 2 clause 77 പറയണേ. റിലേറ്റീവ് 3 ആൾക്കാരെ അവിടെ റിലേറ്റീവ് ആയിട്ട് പറയണേ. ഒന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, പിന്നെ ഓൾ ദി മെമ്പേഴ്സ് ഓഫ് HUF, പിന്നെ ആരൊക്കെയാണ് പറയണേ? ഒരാൾ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അവിടെ പറയണത് ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, son's wife, daughter's husband, step father, step mother, step brother, step sister, step son. ഇത്ര ആൾക്കാർ. അപ്പോൾ ഇവിടെ ഡയറക്ടറിൻ്റെ റിലേറ്റീവ്, ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ മാത്രമേ നമുക്ക് റിലേറ്റീവിൻ്റെ അടുത്ത് പൈസ എടുക്കാൻ പറ്റുള്ളൂ. റിലേറ്റീവ് പൈസ തന്നു, ഓക്കെ. റിലേറ്റീവ്ക്ക് പൈസ, സിസ്റ്റർ റിലേറ്റീവിൽ പെടുമോ? യെസ്, അതിവിടെ പറയുന്നുണ്ട്, സിസ്റ്റർ റിലേറ്റീവിൽ പെടും. റിലേറ്റീവ് കിട്ടുന്ന പൈസ കിട്ടിയ ബോറോ ചെയ്ത പൈസ അല്ലേ? വേറെ ആൾ കൊടുത്ത പൈസ അല്ലേ? അല്ല, ഗിഫ്റ്റ് കിട്ടിയ പൈസയാണ്. ഗിഫ്റ്റ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ബോറോയിങ്. സാധാരണ നമ്മൾ ഈ എക്സാമിൽ ഇത് ബോറോഡ് ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും. ഒരാൾ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടേ കൊടുത്താൽ മാത്രമേ ഡെപ്പോസിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുള്ളൂ. വെറുതെ കിട്ടിയ പൈസ എനിക്ക് ഡെപ്പോസിറ്റ് ആണ്, അങ്ങനെയല്ല പറഞ്ഞത്. ഗിഫ്റ്റ് കിട്ടിയ പൈസ ഒന്നും ഡെപ്പോസിറ്റ് അല്ല. ബോറോഡ് ആവാൻ പാടില്ല. വാട്ട് ഈസ് ബോറോയിങ്? amount received with an intention of repaying back. തിരിച്ച് പേ ചെയ്യണമെന്നുള്ള ഇൻറ്റൻഷനോട് കൂടി കിട്ടുന്ന അമൗണ്ട് നമ്മൾ ബോറോയിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഗിഫ്റ്റാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് ഡെപ്പോസിറ്റ് അല്ല. 2 clause 31 deposit any receipt of money by way of deposit or loan or any other form but does not include
CG RBI ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്നിട്ട് അവിടെ പറഞ്ഞൊരു പോയിൻ്റാണ് ഫോളോയിങ് amount ഷാൽ നോട്ട് ബി കൺസിഡർഡ് ഡെപ്പോസിറ്റ് എനി amount received by a person who at the time of receipt കമ്പനിക്ക് പൈസ കിട്ടുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ കമ്പനിയുടെ ഡയറക്ടർ ചെയ്യുന്നു ഓഫ് ദി കമ്പനി. എനി amount received from a person who at the time of receipt was a director of the company or relative of director of private company. പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ മാത്രം ഡയറക്ടറിൻ്റെ റിലേറ്റീവ് തരുന്ന പൈസ ഡെപ്പോസിറ്റ് അല്ല. ഡയറക്ടർ ഏത് കമ്പനിക്ക് പൈസ കൊടുത്താലും ഡെപ്പോസിറ്റ് അല്ല. പ്രൈവറ്റ് കമ്പനി ആയാലും പബ്ലിക് കമ്പനി ആയാലും. അത് നമ്മളിവിടെ എങ്ങനെ എഴുതിയത്, ഏത് കമ്പനിക്കും ഡയറക്ടർ പൈസ കൊടുത്താൽ ഡെപ്പോസിറ്റ് അല്ല. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് യു ക്ലാസിഫൈങ് ആസ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി, ഇത് ഡയറക്ടർ, ഇത് റിലേറ്റീവ്. ഡയറക്ടർ ഏത് കമ്പനിക്ക് പൈസ കൊടുത്താലും ഡെപ്പോസിറ്റ് അല്ല. പക്ഷേ റിലേറ്റീവ് പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമേ എക്സെപ്ഷൻ ഉള്ളൂ. റിലേറ്റീവ് കൊടുത്താൽ പ്രൈവറ്റ് കമ്പനിക്ക് ഡെപ്പോസിറ്റ് അല്ല. ഇവിടെ ഡയറക്ടർ മാത്രം, പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനി ഡയറക്ടറും റിലേറ്റീവും കൊടുത്താൽ ഡെപ്പോസിറ്റ് അല്ല. ഓക്കെ. അപ്പോൾ ഇനി ഡയറക്ടർ ആവട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഡയറക്ടറിൻ്റെ റിലേറ്റീവ് ആവട്ടെ, പൈസ കൊടുക്കുന്ന സമയത്ത് അവർ ഫേണിഷ് ചെയ്യണം കമ്പനിക്ക് എന്ത് ഡിക്ലറേഷൻ, amount is not being given out of funds secured by borrowing or accepting loans or deposit from others. കമ്പനി എന്ത് ചെയ്യണം, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ബോർഡ് റിപ്പോർട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ 750,000 മിത്ര സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് റിലേറ്റീവ് ഡയറക്ടറിൽ നിന്ന് കിട്ടി, അവർ ഡിക്ലറേഷൻ കൊടുത്തു, ഇത് ഗ്രാൻഡ് മദറിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റാണ്, അപ്പോൾ അത് ഡെപ്പോസിറ്റ് അല്ല. അഡീഷണൽ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഇതിൽ കുഴപ്പമൊന്നുമില്ല. നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഡെപ്പോസിറ്റ്. 2 clause 31 ഡെപ്പോസിറ്റ്. പിന്നെ 2 clause 77 നമ്മൾ റിലേറ്റീവിൻ്റെ ഡെഫിനേഷൻ അവിടെ മെൻഷൻ ചെയ്ത്. പിന്നെ കമ്പനി എത്ര ഉണ്ട്? ഓക്കെ, 2 ക്വസ്റ്റ്യൻസ് കൂടെ. AOA of Blue Limited provided that documents upon the company may be served only through email. ബ്ലൂ ലിമിറ്റഡ് പറയാണ്, നിങ്ങൾ നമുക്ക് എന്ത് ഡോക്യുമെൻ്റ് തരാണെങ്കിലും ഇമെയിൽ വഴി തരാൻ പാടുള്ളൂ. ഈ സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ് സെക്ഷൻ 20 പറയുന്നത്, ചാപ്റ്റർ നമ്പർ 2 സെക്ഷൻ 20. ഒരു കമ്പനിയോട് നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി, സ്പീഡ് പോസ്റ്റ് വഴി, കൊറിയർ വഴി, അല്ലെങ്കിൽ അവർ രജിസ്റ്റേർഡ് ഓഫീസിൽ പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്, ഈ പറഞ്ഞ ഏത് മോഡിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ആർട്ടിക്കിൾസിൽ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇമെയിൽ വഴി തരാൻ പറ്റുള്ളൂ? അങ്ങനെ ഒരു പവർ ഈ സെക്ഷനിൽ പറഞ്ഞിട്ടില്ല. സാധാരണ ചില സെക്ഷനിലൊക്കെ പറയും ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് ചില സെക്ഷൻസിലൊക്കെ പറയും. ഇവിടെ അങ്ങനെ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ സെക്ഷൻ 106 റെസ്ട്രിക്ഷൻസ് ഓൺ വോട്ടിംഗ് റൈറ്റ്, വോട്ടിംഗ് റൈറ്റ്സ് തടയാൻ പറ്റുമോ? ആർട്ടിക്കിൾസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു മെമ്പറിൻ്റെ കോൾസ് ഇൻ അരിയേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ അവർ വോട്ടിംഗ് റൈറ്റ് തടയാം. അതൊക്കെ ആർട്ടിക്കിൾസിന് പവർ കൊടുക്കുകയാണ് കമ്പനീസ് ആക്ട്. ഈ സെക്ഷനിൽ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറയാത്ത സ്ഥിതിക്ക് നിങ്ങൾ ആർട്ടിക്കിൾസിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻ എഴുതിയാൽ അത് ആക്റ്റും ആർട്ടിക്കിൾസും തമ്മിൽ ക്ലാഷ് വരുന്ന വിഷയവും ആർട്ടിക്കിൾസിൽ പറഞ്ഞ ക്ലോസ് വോയിഡ് ആവും. ആസ് പെർ സെക്ഷൻ 6 ആക്ട് ടു ഹാവ് ഓവർ റൈഡിങ് എഫക്ട്. സെക്ഷൻ 6 പ്രകാരം ആക്ട് ടു ഹാവ് ഓവർ റൈഡിങ് എഫക്ട്. ആക്ട് 5 കാര്യങ്ങളും ക്ലാഷ് വന്നാൽ ആക്ട് പ്രിവെയിൽ ചെയ്യും. MOA, AOA, റെസൊല്യൂഷൻസ് പാസ് ഇൻ ജനറൽ മീറ്റിംഗ്, റെസൊല്യൂഷൻ പാസ് ഇൻ ബോർഡ് മീറ്റിംഗ്, എഗ്രിമെന്റ്സ് എക്സിക്യൂട്ടഡ് ബൈ കമ്പനി. ഈ 5 കാര്യങ്ങൾ ആക്ടും ക്ലാഷ് വന്നാൽ ആക്ട് പ്രിവെയിൽ ചെയ്യും. ആ ആക്ടുമായിട്ട് ക്ലാഷ് ഉള്ള ക്ലോസ് വോയിഡ് ആവും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്ലോസ് എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് കരൺ എന്ത് ചെയ്തു, കമ്പനിക്ക് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു. രജിസ്റ്റേർഡ് പോസ്റ്റ് ആക്ടിൽ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണോ? യെസ്, ആ സെക്ഷൻ 20 കവർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, കൊറിയർ, അല്ലെങ്കിൽ അവിടെ ഫിസിക്കലി പോയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഇലക്ട്രോണിക് മോഡ്, അതിലുള്ളതാണ് രജിസ്റ്റേർഡ് പോസ്റ്റ്. കമ്പനി ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദ ഡോക്യുമെൻറ്റ്. കാരണം ആർട്ടിക്കിൾസിൻ്റെ വയലേഷൻ, ആർട്ടിക്കിൾസ് ഇമെയിൽ വഴി തരണം എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ തന്നില്ല, എന്നിട്ട് കാരണം ലോസ് ഉണ്ടായി. ഡിസൈഡ് ദ വാലിഡിറ്റി ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഓഫ് കമ്പനി. പിന്നെ ഇയാൾക്കുണ്ടായ ലോസ് പ്രകാരം സെക്ഷൻ 20 പ്രൊവൈഡ്സ് എ മോഡ് ഇൻ വിച്ച് ഡോക്യുമെൻറ്റ്സ് മേ ബി സെർവ്ഡ് ഇൻ ദ കമ്പനി, അല്ലെങ്കിൽ മെമ്പേഴ്സിന് അല്ലെങ്കിൽ രജിസ്ട്രാറിന്. Serving of documents. A document may be served on the company or officer by sending it to the company or officer at the registered office of the company by first point, registered post, speed post, courier, leaving a registered office or such electronic mode as may be prescribed. Registered post ഉണ്ട്, speed post ഉണ്ട്, courier ഉണ്ട്, registered office കൊണ്ടേ കൊടുക്കുക. Electronic mode as may be prescribed. അപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത ഇലക്ട്രോണിക് മോഡ് ഏതാ? ഇമെയിൽ. വാട്സപ്പ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. However, where securities are held with the depository, ഈ ഡെപ്പോസിറ്ററി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിലും, അതായത് നിങ്ങളെ ഷെയർസ് ഡിമാറ്റ് ഫോമിലാണ്, ഡെപ്പോസിറ്ററി ആണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ അവിടെ നമ്മൾ സെക്ഷൻ 88 രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലൊക്കെ നമ്മൾ പറയുന്നതാണ് ഡെപ്പോസിറ്ററി ആയിരിക്കും നിങ്ങളെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഹോൾഡ് ചെയ്യുക.
അതേപോലെ തന്നെ ഡെപ്പോസിറ്ററി ആയിരിക്കും രജിസ്റ്റേർഡ് ഓണർ, ബെനിഫിഷ്യൽ ഓണർ ആയിരിക്കും ആ പെർട്ടിക്കുലർ മെമ്പർ. അപ്പോൾ അവിടെ ഡെപ്പോസിറ്ററി കമ്പനിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതൊക്കെ ഇലക്ട്രോണിക് മോഡിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കുറച്ച് ഡീറ്റെയിൽഡ് ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്കൊന്നും ഇവിടെ പോയിട്ട് അത് കൺഫ്യൂസിങ് ആക്കുന്നില്ല. സെക്യൂരിറ്റീസ് ഹെൽഡ് വിത്ത് ഡെപ്പോസിറ്ററി, റെക്കോർഡ്സ് ഓഫ് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് മേ ബി സെർവ്ഡ് ബൈ സച്ച് ഡെപ്പോസിറ്ററി ഓൺ ദി കമ്പനി ബൈ മീൻസ് ഓഫ് ഇലക്ട്രോണിക് ഓർ അതർ മോഡ്. അപ്പോൾ അത്രയും പ്രൊവിഷൻ പറഞ്ഞു. ഇനി പറയണത് ഇൻ ദ ഗിവൺ കേസ് ഈവൻ ദോ ആർട്ടിക്കിൾസ് ഇങ്ങനെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് ദിസ് ഇസ് ഇൻവാലിഡ്. കാരണം ആക്ട് ഈ ക്ലോസ് ഇൻവാലിഡ് ആണ്, കാരണം ആർട്ടിക്കിൾസ് കനോട്ട് ബി ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് കമ്പനീസ് ആക്ട്. ദെയർഫോർ കമ്പനിയുടെ വാദം ഇൻവാലിഡ് ആണ്. കമ്പനി വാസ് ബൗണ്ട് ടു ആക്സെപ്റ്റ് ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റേർഡ് പോസ്റ്റ് വഴി അയച്ചത്, കമ്പനി അത് ആക്സെപ്റ്റ് ചെയ്തില്ല, കാരണം ഉണ്ടായ ലോസസ് ഒക്കെ എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും, കമ്പനീൻ്റെ അടുത്ത് ഡാമേജസ് ക്ലെയിം ചെയ്യാൻ പറ്റും. സെക്ഷൻ 20 സർവീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ്. ഇനി കമ്പനി ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യുക? ഈ പറഞ്ഞ എല്ലാ മോഡും ഉണ്ട്, പ്ലസ് അവിടെ ഓർഡിനറി പോസ്റ്റും മെൻഷൻ ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട്. കമ്പനി ആരോടെങ്കിലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, കമ്പനിയോട് ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 5 മോഡ്. ഓക്കെ. യെല്ലോ ബനാന ലിമിറ്റഡ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഫേർണിഷേഴ്സ് ഫോളോയിങ് ഡീറ്റെയിൽസ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. എന്താ സംഭവം? എന്താ? ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനിയുടെ അപ്പോയിൻമെൻറ്റ്. അത് ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെദർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആർ കമ്പനീസ് റിക്വയർഡ് അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. ഇന്റേണൽ ഓഡിറ്റർ സെക്ഷൻ 138 മറ്റേ ഫസ്റ്റ് ഓഡിറ്റർ 139. അപ്പോൾ ഇന്റേണൽ ഓഡിറ്ററിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഇന്റേണൽ ഓഡിറ്റർ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവും? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും ആപ്ലിക്കബിൾ ആവും. പിന്നെ പറയാണ്, നിങ്ങൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ നിങ്ങളെ ഡെപ്പോസിറ്റ്സ് 25 CR ഓർ അബവ്, നിങ്ങളെ ഷെയർ ക്യാപിറ്റൽ 50 CR ഓർ അബവ്, ബോറോവിങ്സ് മോർ ദാൻ 100 CR കേട്ടോ, ടേൺ ഓവർ 200 CR or above. ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെയ്യുന്നു. ഡെപ്പോസിറ്റ്സ്, ഷെയർ ക്യാപിറ്റൽ, ടേൺ ഓവർ 25 CR, 50 CR, 200 CR ഓർ അബവ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ബോറോയിങ്ങിൻ്റെ അവിടെ കേസിൽ മാത്രം മോർ ദാൻ 100 CR. അതും ഈ ബോറോയിങ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ 31 മാർച്ചിലെ ഡാറ്റ അല്ല നോക്കേണ്ടത്, അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ. കഴിഞ്ഞ വർഷം എപ്പോഴെങ്കിലും നിങ്ങൾ ബോറോയിങ് 100 CR മേലെ പോയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് അപ്പോയിന്റ് ചെയ്യണം. ഇത് അൺലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ. ഇനി പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഈ ലാസ്റ്റത്തെ 2 പോയിന്റ്സ് മാത്രം നോക്കുക. പബ്ലിക് കമ്പനിക്ക് 4 ക്രൈറ്റീരിയ, പ്രൈവറ്റിന് 2 മാത്രം. ഞാനിവിടെ ഈ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇതൊക്കെ ഡബിൾ ആണ്. 25, 50, 100, 200. നമ്മളെ മെറ്റീരിയലൊക്കെ വേറെ ഒരു ഷഫിൾ ചെയ്ത ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവരുടെ കേസിൽ ക്യാപിറ്റൽ 45 CR ആണ്. ക്യാപിറ്റൽ എത്ര വരെ പോവുക? 50 വരെ പോവുക. അപ്പോൾ ഇത് കുഴപ്പമില്ല. ടേൺ ഓവർ 175 CR ആണ്. ടേൺ ഓവർ 200 വരെ പോവുക. ഇതും കുഴപ്പമില്ല. ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഫ്രം ബാങ്ക് ആസ് ഓൺ 3rd March 2025 105. ഇത് തേർഡ് മാർച്ച് തന്നെയാണോ? ഓക്കെ, 3rd മാർച്ച്. ഓക്കെ. ഇവിടെ 31st മാർച്ചിന് 90 CR, 3rd മാർച്ചിന് 105. അപ്പോൾ ഇയർ എൻഡിൽ 90 CR ഉള്ളൂ. നമുക്ക് ബോറോയിങ് 100 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 90 അല്ലേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ? പ്രശ്നമാണ്. അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3rd മാർച്ചിൽ 105 ആയില്ലേ? 110 ബാങ്കിൽ നിന്ന് കിട്ടിയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 90 CR ആഫ്റ്റർ റീപേയ്മെൻറ്റ്. കുറച്ച് പൈസ നമ്മൾ തിരിച്ചും കൊടുത്ത് ഇപ്പോൾ 90 CR ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലോസ് ചെയ്തു. ഇന്റേണൽ ഓഡിറ്റർ ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെൻറ്റ് ഗവൺമെൻറ് കമ്പനി 139. ഗവൺമെൻറ് കമ്പനി ഫസ്റ്റ് ഓഡിറ്റർ ആരെ അപ്പോയിൻറ്റ് ചെയ്യുക? CAG അപ്പോയിൻറ്റ് ചെയ്യും. കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് 60 ഡേയ്സിനുള്ളിൽ. ഫെയിലിംഗ് വിച്ച് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യും വിത്തിൻ 30 days. ഫെയിലിംഗ് വിച്ച് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും വിത്തിൻ 60 days. ഇവിടെ ബോർഡ് നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ. ഓക്കെ. അപ്പോൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ഷെയർ ക്യാപിറ്റൽ 50, ടേൺ ഓവർ 200, ലോൺ ബോറോയിങ് ഒക്കെ 100, ഡെപ്പോസിറ്റ്സ് 25. ഈ സാധനമാണ് ഞാൻ ഫസ്റ്റ് ഡെപ്പോസിറ്റ് എഴുതി 25, പിന്നെ 50, പിന്നെ ടേൺ ഓവർ എഴുതി 100 ബോറോയിങ്, പിന്നെ 200 ടേൺ. ഇങ്ങനെ ഡെപ്പോസിറ്റ്, ഷെയർ ക്യാപിറ്റൽ, ബോറോയിങ്, ടേൺ ഓവർ 25, 50, 100, 200 ഒക്കെ ഡബിൾ. ഇവിടെ വേറെ ഓർഡറിലാണ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഷെയർ ക്യാപിറ്റൽ ഒക്കെ പറഞ്ഞത് 50 CR ഓർ അബവ് ഓർ മോർ, ടേൺ ഓവർ 200 CR ഓർ മോർ, ഡെപ്പോസിറ്റ്സ് 25 CR ഓർ മോർ. പക്ഷേ ലോണിൻ്റെ കേസിൽ മാത്രം എക്സീഡിങ് 100 CR ഓർ മോർ. എക്സീഡിങ് 100 CR ഓർ മോർ. 100 CR ഓർ അബവ് എന്നല്ല പറഞ്ഞത്, മോർ ദൻ എക്സീഡിങ് 100 CR. 100 കോടിന് മേലെ പോയാൽ, അതും എപ്പോൾ പോയാൽ? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദ പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ വർഷത്തിൽ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ ഷാൽ ബി റിക്വയർഡ് അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. അപ്പോൾ ഈ കേസിൽ യെല്ലോ ബനാന ലിമിറ്റഡ് എന്ത് ചെയ്യണം? 100 കോടിന് മേലെ പോയി. അപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്യണം. ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. പിന്നെ 139 ആരാ? ഗവൺമെൻറ് കമ്പനി ഫസ്റ്റ് ഓഡിറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യും? ഷാൽ ബി അപ്പോയിന്റഡ് ബൈ CAG
വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇനി CAG അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യും വിതിൻ നെക്സ്റ്റ് 30 days. ഇനി അവരും ഫെയിലായി കഴിഞ്ഞാൽ ആര് അപ്പോയിൻറ്റ് ചെയ്യും? മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി അപ്പോയിൻറ്റ് ചെയ്യും വിതിൻ 60 days. EGM ഒക്കെ വിളിച്ചിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. So that was about 138 internal audit and 139 appointment of auditor. അവിടെ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ഗവൺമെൻറ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സോ വിത്ത് ദാറ്റ് നമ്മൾ RTPയുടെ കമ്പനീസ് ആക്ടിൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയി. ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് യൂസ്ഫുൾ. ഡെഫിനറ്റ്ലി നിങ്ങളെ കമൻസും ഇവിടെ അറിയിക്കുക. വിൽ ബി കമ്മിങ് വിത്ത് മോർ യൂസ്ഫുൾ സെഷൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഇത് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാം. നമ്മളൊരു ഫ്രീ ഡൗട്ട് ക്ലിയറിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്, സ്റ്റുഡൻറ്റ് സപ്പോർട്ട് കമ്മ്യൂണിറ്റി. ഇഫ് യു ഹാവൻ ജോയിൻഡ് ഇറ്റ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ.